സർ, കേരളം ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. പലതുകൊണ്ടും ട്രിവാൻഡ്രം മേയറാകും എന്ന് തിരുവനന്തപുരത്തുകാരല്ല, കേരളീയരെ പലരും ധരിച്ചിരുന്ന ഒരാളാണ് റിട്ടയർഡ് DGP ശ്രീലേഖ. ശ്രീലേഖയ്ക്ക് കപ്പിനും ചുണ്ടിനുമിടയിൽ ആ സ്ഥാനം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അന്ന് തന്നെ ഒരു പറച്ചിലുണ്ടായിരുന്നു, ശ്രീലേഖയെ മേയറാക്കാതിരുന്നതിൻ്റെ പിന്നിൽ അവരെ അസംബ്ലിയിലേക്ക് അയക്കാനുള്ള ഒരു പദ്ധതി BJP തയ്യാറാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എന്ന് അന്ന് കേട്ടിരുന്നു. എന്തായാലും ശരി, ഇപ്പോൾ അസംബ്ലി ഇലക്ഷൻ വന്നു. വട്ടിയൂർക്കാവിൽ ശ്രീലേഖ നിൽക്കുന്നു. അവിടുത്തെ മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായി ഒരു നല്ല ഓഫീസർ എന്നുള്ളതിൽ പേരെടുത്ത ആളാണ് ശ്രീലേഖ. പക്ഷേ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിലാണ് ശ്രീലേഖ പേരെടുത്തിരിക്കുന്നത്. എതിരായിട്ട് നിൽക്കുന്ന പ്രമുഖൻ K. കരുണാകരൻ്റെ മകൻ K. മുരളീധരനാണ്. മുരളീധരൻ നിസ്സാര ആളൊന്നുമല്ല. മുരളീധരനൊരു അതിശക്തനായ ഒരു നേതാവ് തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിനകത്തെ പ്രമുഖ നേതാക്കന്മാരിൽ വിരലിൽ എണ്ണാൻ കഴിയുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് മുരളീധരൻ. ഏത് വിഷയത്തെയും ധീരമായി നേരിടാനും പ്രതികരിക്കാനും ഒക്കെ കഴിയുന്ന ഒരാളാണ് K. മുരളീധരൻ. പക്ഷെ മുരളീധരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായൊരു പാളിച്ച, നിയമത്ത് അദ്ദേഹം പോയി ഈ കുമ്മനം രാജശേഖരനെ തോക്കാൻ വഴിതെളിച്ചു എന്നുള്ളത് മുരളീധരൻ്റെ ട്രാക്ക് റെക്കോർഡിലെ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് കിടപ്പുണ്ട്. പിന്നെ അദ്ദേഹം തൃശ്ശൂർ മത്സരിച്ച് 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തതോടുകൂടി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അജാതശത്രുവായിട്ടൊന്നും നിൽക്കാൻ പറ്റുന്ന ഒരാളല്ല. മുരളീധരൻ തോക്കാനൊക്കെ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണെന്ന് ഒരു ചിത്രമാണ് കൊടുത്തത്. മുരളീധരൻ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ എടുക്കുന്നതിനകത്തുള്ള തീരുമാനങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, അതുകൊണ്ട് സംഭവിച്ചാണ്. വിജയം എപ്പോഴും ആവർത്തിക്കണമെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം വേണം രാഷ്ട്രീയ നേതാക്കന്മാർ പോകാനായിട്ട്. അതാണ് മുരളീധരൻ്റെ സ്ഥിതി. പിന്നെ അഡ്വക്കേറ്റ് പ്രശാന്ത് അദ്ദേഹം നല്ല മേയറായിരുന്നു. മേയർ എന്നുള്ള നിലയിൽ പേരെടുത്തിയ ഒരാളാണ്. പക്ഷേ ആ മുറി ഒടിഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ വന്നപ്പോഴേ അദ്ദേഹം ബിൽഡ് ചെയ്തുകൊണ്ട് വന്ന സകല കാര്യങ്ങളും ചീട്ടുകൊട്ടാരം പോലെ താഴെപ്പോയി. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം ന്യായമായി മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലർക്ക് ഒരു മുറി ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോഴേ MLAക്ക് തൊട്ടപ്പുറത്തോട്ട് മാറി ഒഴിഞ്ഞു കൊടുക്കാം. അത് വ്യക്തിപരമായി പറഞ്ഞൊരു റിക്വസ്റ്റ്, അവരൊരു ഇളയ ബ്രദറിനെ പോലെ പറഞ്ഞൊരു റിക്വസ്റ്റ് എടുത്ത് രാഷ്ട്രീയമാക്കി കൊടുത്ത് തൻ്റെ നിലവാരം താഴ്ത്തിയ ആളാണ് പ്രശാന്ത്. ഇവർ 3 പേരും കൂടാണ് നിൽക്കുന്നത്. 3 പേർക്കും അവരുടേതായ ശക്തിയുമുണ്ട്, ദൗർബല്യമുണ്ട്. തിരഞ്ഞെടുപ്പിനെ കേരളം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. എങ്ങനെയാണ് സാറ് ഈ 3 പേരെയും വിലയിരുത്തുന്നത്? ആർക്കാണ് വിജയസാധ്യത? ഞാൻ ആദ്യം സാറ് പറഞ്ഞ പോലെ പറയാൻ ആഗ്രഹിക്കുന്നത് K. മുരളീധരൻ്റെ കാര്യം തന്നെയാണ്. അതായത് കരുണാകരൻ എങ്ങനെയാണോ മാളയെ സംരക്ഷിച്ചതുപോലെ, അല്ലെങ്കിൽ മാള തൻ്റെ സ്ഥിരം താവളമായി കണ്ടതുപോലെ, അതുപോലെ കണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. അതായത് 2011, 2016, 2019 3 തവണ അടുപ്പിച്ച് നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുകയും മണ്ഡലത്തിൽ ഇതുപോലൊരു നേതാവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, മണ്ഡലം സംരക്ഷിക്കുന്നതും ജനങ്ങളെ സംരക്ഷിക്കുന്നതും റോഡ് വികസനം, ഇതെല്ലാ കാര്യത്തിനും അദ്ദേഹം മരുന്നുമൊഴി പാലം എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം ആ പാലം ഇടുങ്ങിയ ഒരു പാലമായിരുന്നു. അതിന്ന് ഒരു നല്ല പാലം ഉണ്ടാക്കി മാറുന്നതിന് വരെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നില്ല. പക്ഷേ അതെല്ലാം മുരളീധരൻ്റെ പേരിൽ നടന്നു എന്നുള്ളതാണ്. അത് M. ജയകുമാറിൻ്റെയൊക്കെ സഹായത്തോടുകൂടി പണ്ട് നടന്നതാണെന്ന് ഇപ്പോൾ CPM പറയാറുണ്ടെങ്കിലും അത് മുരളീധരനാണ് അതിനെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ എല്ലാം എടുത്തത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വട്ടിയൂർക്കാവിൽ ഒരു മാള K. മുരളീധരൻ K. കരുണാകരൻ്റെ മകൻ സൃഷ്ടിച്ചു വെച്ചിരുന്നു. ഇങ്ങനെ 2019 വരെ 3 തവണ അടുപ്പിച്ച് ജയിച്ചു നിന്ന് സ്വന്തം താവളമാക്കി അദ്ദേഹം നിർത്തിയിരിക്കുന്നപ്പോൾ അദ്ദേഹത്തിന് പറ്റിയൊരു വലിയ മണ്ടത്തരമാണ് ആദ്യമായിട്ട് കുമ്മനം രാജശേഖരനെതിരെ മത്സരിക്കാനായിട്ട് അദ്ദേഹത്തിനെ നിയോഗിച്ചത്. അത് വലിയൊരു പ്രശ്നമായി അദ്ദേഹത്തിന് വന്നു ഭവിച്ചു എന്നുള്ളതാണ് സത്യം. അതിനുശേഷം അദ്ദേഹം ഇതുപോലെ തന്നെ അടുത്ത ഒരു സ്റ്റെപ്പ് അദ്ദേഹത്തിന് പറ്റിയത് തൃശ്ശൂർ എടുത്തു ചാടി പോയി മത്സരിക്കാൻ പോയത് അതിനൊരു ബുദ്ധിമുട്ടായി. ഇതിലാദ്യം അദ്ദേഹം പോയത് വടകരയ്ക്കാണ്. വടകര പക്ഷേ അദ്ദേഹം ജയിച്ചു പോയത് വടകരയ്ക്കാണ്. വടകരയിൽ അദ്ദേഹം ജയിച്ചു കയറി. അന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചത് 2019 ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, നരേന്ദ്രമോദി ഇത്തവണ താഴെ പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. അപ്പോൾ മന്ത്രിസഭയിൽ കയറാനുള്ള അവസരം എന്നൊക്കെ അദ്ദേഹത്തിനെ ആരോ പറഞ്ഞ് ഫലിപ്പിച്ചാണ് വലിയൊരു കേന്ദ്രമന്ത്രിയായിട്ട് നടക്കാം ഒരു 5 വർഷം എന്നുള്ളൊരു ധാരണ അദ്ദേഹത്തിൽ പരത്തിയാണ് 2019 അദ്ദേഹത്തിനെ വടകര കൊണ്ടിട്ടത്. വടകരയിൽ നിന്ന് അദ്ദേഹം വിജയിച്ചു. പക്ഷേ 2021 കുമ്മനത്തോട് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായി.
അത് കഴിഞ്ഞ് പിന്നീട് 25 ഇതുപോലെ 24 ഇതുപോലെ തന്നെ തൃശ്ശൂർ വന്ന് പരിചയപ്പെടുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി ആ മണ്ഡലത്തിലെ ബന്ധം അദ്ദേഹത്തിന് പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇത് വിളക്കിച്ചേർക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നതിനിടയിൽ 2019 വന്ന പ്രശാന്ത് മണ്ഡലത്തിലൊരു സ്ഥിരപ്രതിഷ്ഠ നേടാൻ കഴിഞ്ഞു. ചെറുപ്പക്കാരനാണ്, യങ് ബ്രിഗേഡും എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പിന്നെ നഗരസഭയുടെ തലവൻ എന്നുള്ള നിലയിൽ, നഗരസഭ മേയർ എന്നുള്ള നിലയ്ക്ക് നല്ല പ്രവർത്തനമാണ് പ്രശാന്ത് കാഴ്ചവെച്ചിരുന്നത്. അതിൻ്റെ ഗുണം 2019 അദ്ദേഹത്തിന് കിട്ടി. BJPയിൽ നിന്നും പിന്നെ കോൺഗ്രസിൽ നിന്നും ഒക്കെ മാറ്റി ഈ മണ്ഡലം തനിക്ക് കിട്ടി. 21 അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് പ്രശാന്ത് അത് വിജയിപ്പിച്ച് എടുത്തു എന്നുള്ളതാണ്. 2019 54,830 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത് പ്രശാന്തിന്. 21 61,111 വോട്ടായിട്ടത് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ഇതിങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും BJPയുടെ ഒരു പഴയകാല ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് അവിടെ വലിയ ഭേദമൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. 2011 VV രാജേഷ് 13,000 ചില്ലാനം വോട്ടാണ് അവിടെ നേടിയത്. 2016 കുമ്മനം രാജശേഖരനാണ് പിന്നെ വന്നത് ഉയർത്തിയത്. മുരളീധരനുമായിട്ട് മത്സരിച്ചപ്പോൾ 43,700 വോട്ടായിട്ട് 2ാം സ്ഥാനത്ത് വന്നുകൊണ്ട് അതൊരു മുന്നേറ്റം നടത്തി. പിന്നീട് 2019 VK പ്രശാന്തുമായിട്ട് മത്സരിച്ചത് S സുരേഷ് ആയിരുന്നു. അന്ന് ഈ കുമ്മനം ഉയർത്തിയ 43,000-നെ അത് വീണ്ടും 27,000 ചില്ലുവാനായിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ 21 VV രാജേഷ് വീണ്ടും മത്സരിച്ചപ്പോഴും ഏതാണ്ട് 40,000 വോട്ട്, 39,000 ചില്ലുവാനും, അത് 40,000-ന് അടുപ്പിച്ച് വോട്ട്. എന്നാലും കുമ്മനം പിടിച്ച അത്രയും വോട്ട് VV രാജേഷ് പിടിച്ചില്ല. എങ്കിലും തെറ്റില്ലാത്ത വിധത്തിൽ VV രാജേഷ് അവിടെ 2ാം സ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ആ 2ാം സ്ഥാനം ശരിക്കും പറഞ്ഞാൽ മാറ്റിമറിച്ചത് ഇത്തവണത്തെ തദ്ദേശ സംവരണ സ്ഥാപന തിരഞ്ഞെടുപ്പിലാണ്. അത് അവിടെ ഇപ്പം 2,109 വോട്ടിൻ്റെ ഭൂരിപക്ഷം BJPക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. തദ്ദേശ ഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളുടെ കണക്ക് നോക്കുമ്പോൾ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു ഭൂരിപക്ഷം അവിടെ ഉണ്ട്. ആ ഭൂരിപക്ഷത്തിനെ ശ്രീലേഖയ്ക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ മാത്രം മതി. കാരണം ഇവിടെ ഇപ്പോൾ ടൈറ്റ് ഫൈറ്റാണ് നടക്കുന്നത്. K മുരളീധരൻ ജീവൻ മരണ പോരാട്ടം നടത്തുകയാണ്. കാരണം അദ്ദേഹം ജയിച്ചാൽ ഒരു മന്ത്രിയാണ് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ. പ്രശാന്ത് ആണെങ്കിലും ജയിച്ചാൽ ഒരു മന്ത്രിയാണ്, കാരണം 3ാം ടൈം വരികയാണ്. ജയിച്ചാൽ UDF ആണ് LDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു തിരുവനന്തപുരത്ത് ഒരു മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരാളാണ് പ്രശാന്ത്. അപ്പോൾ 2 മന്ത്രി സ്വപ്നങ്ങൾ ഉള്ള ആൾക്കാരാണ് അവിടെ മത്സരിക്കുന്നത്. അതിനിടയ്ക്കാണ് ശ്രീലേഖ അവിടെ വരുന്നത്. പക്ഷേ ശ്രീലേഖയ്ക്ക് ഗുണകരമായി വരുന്ന ഒരു ഘടകം, അവിടെ ഈ 2 കൂട്ടരും ഒരുപോലെ വോട്ട് പിടിക്കും. മുരളീധരൻ ന്യൂനപക്ഷങ്ങളുടെ വോട്ടും പിടിക്കും, ഹിന്ദുക്കളുടെ വോട്ടും ഒരു പിടിക്കും. അതുപോലെ തന്നെ പ്രശാന്തിനും ആ ഒരു പ്രത്യേകതയുണ്ട്, ന്യൂനപക്ഷങ്ങളുടെ വോട്ടും ഹിന്ദുക്കളുടെ വോട്ടും കുറേ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ശ്രീലേഖയ്ക്ക് BJPയുടേതായ വോട്ടുകൾ നിലനിർത്താനും ആ ഹിന്ദു വോട്ടുകളിൽ ഒരു മേൽക്കൈ നേടാനും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വിജയിച്ചു വരാവുന്നതേ ഉള്ളൂ. പലരും പറയുന്നത് ശ്രീലേഖയ്ക്ക് അത്രയ്ക്കൊരു മേൽക്കൈ അവിടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ മുരളീധരനും പ്രശാന്തും നല്ല രീതിയിൽ വോട്ട് പിടിച്ചാൽ എത്ര വോട്ട് BJPക്ക് പരമ്പരാഗതമായിട്ടുണ്ടോ അത് നിലനിർത്തിയാൽ മതി. കുമ്മനം രാജശേഖരൻ പിടിച്ച വോട്ട് ഏകദേശം നിലനിർത്താൻ കഴിഞ്ഞാൽ തന്നെ ഈ ശ്രീലേഖയ്ക്ക് ഇത്തവണ അവിടെ വിജയിച്ചു വരാൻ കഴിയുമെന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതിന് ഒരു മറു പിക്ചർ ഉള്ളത്, സാറ് നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രശ്നം അവിടെ നിൽപ്പുണ്ട്. K മുരളീധരനെ തോൽപ്പിക്കണമെന്ന് ചിലർക്ക് വലിയ ആഗ്രഹമുണ്ട്. കാരണം ഇദ്ദേഹം എവിടെയും ഒരു BJP സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പോകുന്നതായി വലിയൊരു തോതിൽ അവിടെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ഇദ്ദേഹത്തിനെ തോൽപ്പിക്കാനായി പോവുകയാണെങ്കിൽ എങ്ങനെയാണ് പിക്ചർ എന്നുള്ളത് നമുക്ക് അല്പം സങ്കോചമുണ്ടാക്കുന്നതും ആണ്. പക്ഷേ K മുരളീധരനും പ്രശാന്തും തുല്യ രീതിയിൽ വോട്ട് പിടിച്ചാൽ തീർച്ചയായിട്ടും ശ്രീലേഖയ്ക്ക് ജയിച്ചു വരാൻ കഴിയും. ഇപ്പോഴത്തെ വോട്ട് സ്ട്രെങ്ത് വെച്ചിട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ അവസാനം കിട്ടിയ വോട്ടുകൾ 2,000 ചില്ലുവാൻ വോട്ടിൻ്റെ ലീഡ് അവിടെ ഉള്ളതാണ്. അത് മാറ്റിമറിക്കാൻ പ്രശാന്തിന് കഴിയുമെന്നാണ് ഇവരുടെ വിശ്വാസം. അത് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ടൈറ്റ് ഫൈറ്റ് എന്ന് പറയുന്നതിൽ ഏറ്റവും അവസാന നിമിഷം വരെയുള്ള വോട്ട് എണ്ണി പറയാൻ കഴിയുന്ന ഒരു മണ്ഡലമായിരിക്കും വട്ടിയൂർക്കാവ്. ഉത്തേജനകമായൊരു വോട്ടെണ്ണലായിരിക്കും ഇവിടെ നടക്കുന്നത്. അതിൽ ആര് ജയിക്കുമെന്നുള്ളത് അപ്പോഴേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഒരു എഡ്ജ് ഈ 2 കൂട്ടർ വോട്ട് പിടിക്കുകയാണെങ്കിൽ ശ്രീലേഖയ്ക്ക് നൽകാം. ഇതിൻ്റെ ഒരു കാൽക്കുലേഷനില്ലേ അവിടെ ശരിക്കും ഫൈറ്റ് നടക്കുന്നത് K മുരളീധരനും
ശ്രീലേഖയും തമ്മിലാണ്. പ്രശാന്തിന് അവിടെ വലിയ റോളുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രശാന്ത് ഒരു കാലഘട്ടത്തിൽ മേയറായിരുന്നു, അതിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. പിന്നെ അവസാനം വന്ന കാര്യങ്ങൾ, പിന്നെ ശക്തമായ ഒരു ആൻറ്റി ഇൻകുംബൻസി ഗവൺമെൻറ്റിനെതിരായിട്ട്, അതും പ്രശാന്തിനെതിരായിട്ട് മാറും. അപ്പോൾ പ്രശാന്ത് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കാണുന്നില്ല. പിന്നെ മുരളീധരനെ പറ്റിയൊരു കാര്യം, മുരളീധരൻ മഹാഭാരതത്തിലെ അർജുനനെ പോലെ നിന്ന ഒരാളാണ്. പക്ഷേ 2021 ഒരു കുമ്മനം രാജശേഖരനെതിരായിട്ട് പോയപ്പോഴേ അദ്ദേഹം ഒരു ശിഖണ്ഡിയുടെ റോളായെടുത്ത്. അപ്പോൾ അർജുനനായിട്ട് നിന്നവൻ ശിഖണ്ഡിയായിട്ട് മാറിയാൽ അതിന് അംഗീകാരം അങ്ങനെയല്ലേ കിട്ടുള്ളൂ. അദ്ദേഹം ജയിക്കാനല്ലല്ലോ, അദ്ദേഹം പോയത് തന്നെ തോൽപ്പിക്കാനാണ്. മുരളീധരൻ തന്നെ പറഞ്ഞിട്ട് തോൽപ്പിക്കാനാണ് പോയത്. പറഞ്ഞതാണ് അദ്ദേഹത്തിന് കൂടുതൽ കുഴപ്പം. അതാണ്. അപ്പോൾ അതുകൊണ്ട് മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ നേരിടുന്ന വെല്ലുവിളി, അർജുനൻ ശിഖണ്ഡിയായപ്പോൾ നാട്ടുകാരെ അർജുനനെ അംഗീകരിച്ച ആളുകൾ ശിഖണ്ഡിയും അംഗീകരിക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കണ്ടു. പക്ഷേ മുരളീധരൻ ശക്തനാണ്, അപ്പോൾ മുരളി തന്ത്രശാലിയുമാണ്. അതുകൊണ്ട് ഈ ഫൈറ്റ് എനിക്ക് തോന്നുന്നത് ശ്രീലേഖയും മുരളീധരനും തമ്മിലാണ്. പക്ഷേ ഒട്ടും മോശമല്ലാതെ പ്രശാന്തും കളത്തിലുണ്ട്. അത് നമുക്കൊരു ഫോട്ടോ ഫിനിഷിങ്ങിലെ ഫിനിഷാണ്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പ്രവചനത്തിനും വഴിതെളിക്കുന്ന ഒന്നല്ല, അല്ലെങ്കിൽ ഇടമുള്ള ഒന്നല്ല. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു മൊത്തത്തിൽ വോട്ടർമാരുടെ ഇത് നോക്കിയാൽ നമുക്കൊരു 7 ലക്ഷത്തോളം വോട്ടർമാർ നമ്മുടെ പല നിയോജകമണ്ഡലത്തിലും പിന്നെ സ്ത്രീകൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. ആ വോട്ടർമാരെന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അതുപോലെ യുവാക്കൾ 4.5 ലക്ഷത്തോളം യുവാക്കളും വരുന്നുണ്ട്. ഇവരുടെ വോട്ട് വളരെ നിർണായകമാണ്. അതിലാണ് ഈ പ്രശാന്ത് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രശാന്തിനെ നമുക്കങ്ങനെ പൂർണ്ണമായിട്ട് എഴുതിത്തള്ളാനും കഴിയില്ല എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽപ്പുണ്ട്. അതുകൊണ്ട് ഇതൊരു ടൈറ്റ് ഫൈറ്റായിട്ട് തന്നെ പോകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ആ ടൈറ്റ് ഫൈറ്റ് വരണം എന്നുള്ളതാണ് പിന്നെ BJP ഗുണകരമാകണമെങ്കിൽ പ്രധാനമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കോൺഗ്രസ് മാക്സിമം വോട്ട് അവരുടേതും CPM മാക്സിമം വോട്ട് അവരുടേതും പിടിക്കുന്നെങ്കിലാണ് BJPക്ക് തങ്ങളുടെ വോട്ട് കൊണ്ട് മുന്നേറാൻ കഴിയുക എന്നുള്ളതാണ് സത്യം. കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.